പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ലബോറട്ടറി റെഫ്രിജറേറ്ററുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റ്സ് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ലബോറട്ടറിയുടെ വളരെ അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ് ലബോറട്ടറി റെഫ്രിജറേറ്റേഴ്സ് അല്ലെങ്കിൽ ഫ്രിഡ്ജ്. വലിയ ലാബുകളിലേക്കും ചില ഡിപ്പാർട്ട്മെൻറ്റ്സുകളിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ചില കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറുകൾക്ക് മാത്രമായി നമുക്ക് ഫ്രിഡ്ജുകൾ അല്ലെങ്കിൽ റെഫ്രിജറേറ്റേഴ്സ് കാണാൻ കഴിയും. 2 to 6 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെഫ്രിജറേറ്റേഴ്സ് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നതാണ്. ഒരു ഫ്രിഡ്ജ് നമ്മൾ ലാബിലേക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും കേട് വരുന്നത് വരെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വാളിറ്റി കൺട്രോൾ മെഷർമെൻറ്റും അല്ലെങ്കിൽ പ്രൊസീജിയറും ചെയ്യില്ല എന്നുള്ളതാണ്. ലാബുകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രൊസീജിയർ എന്നുള്ളത് എല്ലാ ദിവസവും റെഫ്രിജറേറ്ററിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും രാവിലെ ഒരു നിശ്ചിത സമയത്ത് എല്ലാ ദിവസവും ഒരു തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഫ്രിഡ്ജിൻ്റെ ഓരോ ചേമ്പേഴ്സും ഈ തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ടെമ്പറേച്ചർ പരിശോധിക്കേണ്ടതാണ്. നമുക്ക് ഓരോ ദിവസവും കിട്ടിയിരിക്കുന്ന ടെമ്പറേച്ചർ ഒരു ചാർട്ടിൽ ഡേറ്റ് വൈസ് ആയിട്ട് രേഖപ്പെടുത്തി ഓരോ മാസവും കഴിയുമ്പോൾ അത് വെരിഫൈ ചെയ്ത് ഫയലായിട്ട് കീപ്പ് ചെയ്യേണ്ടത് കൂടിയാണ്. ഇതിനിടയിൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ 2 ഡിഗ്രിക്ക് മുകളിൽ വേരിയേഷൻ സംഭവിക്കുകയാണെങ്കിൽ, അത് പ്രത്യേകിച്ചും ഒരു 3-4 തുടർച്ചയായ ദിവസങ്ങളിലൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജുമായി ബന്ധപ്പെട്ട ഒരു സർവീസ് എഞ്ചിനീയറെ വിളിച്ച് ആ ടെമ്പറേച്ചർ വേരിയേഷൻ എന്താണെന്ന് ക്ലിയറൈ ചെയ്യേണ്ടതും ലബോറട്ടറി ടെക്നീഷ്യൻ്റെ അല്ലെങ്കിൽ ലബോറട്ടറിയുടെ ഉത്തരവാദിത്തം കൂടിയാണ്. അത് ക്വാളിറ്റി കൺട്രോളിൻ്റെ ഭാഗം കൂടിയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ലബോറട്ടറിയുടെ ടോട്ടലായിട്ടുള്ള ക്വാളിറ്റി കൺട്രോളിൻ്റെ മെഷർമെൻറ്റിൻ്റെ ഭാഗമാണ്. അത് എറേഴ്സ് മിനിമൈസ് ചെയ്യാൻ, പ്രത്യേകിച്ച് പ്രീ ഡയബറ്റിക് എറർ മിനിമൈസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്.